പ്രിയമുള്ള എൻ്റെ വിദ്യാർത്ഥിനികളെ എല്ലാവരെയും ഞാൻ ഓൾ കേരള ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ എന്ന് പറയുന്ന നമ്മുടെ സ്ഥാപനത്തിൻ്റെയുള്ള ഓൺലൈൻ വീഡിയോ ക്ലാസ്സിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ഇന്ന് ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ പ്രസന്റ് ചെയ്യുന്നത് NS+2 പൊളിറ്റിക്കൽ സയൻസിൻ്റെ 20ാമത്തെ ചാപ്റ്ററായ റീജിയനിസം ആൻഡ് റീജിയണൽ പാർട്ടീസ് എന്ന് പറയുന്ന ചാപ്റ്ററിൽ വരുന്ന മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസും ആൻസറാണ് അവതരിപ്പിക്കുന്നത്. എൻ്റെ ക്ലാസ്സുകൾക്കൊന്ന് എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്കറിയാം 2024 വന്ന സിലബസ് അപ്ഡേഷൻ പ്രകാരം മൊത്തം ചാപ്റ്റേഴ്സിൻ്റെ 60% മാത്രം നിങ്ങൾ പബ്ലിക് എക്സാമിന് പഠിച്ചാൽ മതി. ബാക്കി വരുന്ന 40% അസൈൻമെൻറ്റ് ചാപ്റ്ററാണ്. ആ 60% വരുന്ന ഭാഗങ്ങളാണ് നമ്മുടെ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുന്നത്. അതിൽപ്പെട്ട ചാപ്റ്ററാണ് 20ാമത്തെ ചാപ്റ്റർ. അതിൽ വരുന്ന 2 മാർക്കും 3 മാർക്കും 4 മാർക്കും 5 മാർക്കും ഒക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തു. ഇന്ന് നമ്മൾ ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ ആദ്യത്തെ പാർട്ടിൽ കാണുന്ന സെക്ഷൻ എയിൽ കാണുന്ന മൾട്ടിപ്പിൾ ചോയ്സ്, ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് ആകാം, ട്രൂ ഓർ ഫാൾസ് ആകാം, മാച്ച് ദ ഫോളോയിങ്സ് ആകാം, വൺ വേർഡ് ക്വസ്റ്റ്യൻ, ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. അപ്പോൾ അതിൽ വരുന്ന കുറച്ച് ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് ആണ് ഞാൻ അവതരിപ്പിക്കുന്നത്. 20ാമത്തെ ചാപ്റ്ററിൻ്റെ ഇടയിൽ ടെക്സ്റ്റ് ബുക്കിലാണ് ഇത് വരുന്നത്. ഇൻഡെക്സ് ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട്, അതിൻ്റെ ആൻസർ അതിൽ തന്നെ ഉണ്ട്. എല്ലാ ചാപ്റ്ററിലും വരുന്ന ഇൻഡെക്സ് ക്വസ്റ്റ്യൻ നിങ്ങൾ നന്നായി വർക്കൗട്ട് ചെയ്താൽ മാത്രമേ മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസിൻ്റെ ആൻസർ എഴുതാൻ കഴിയുള്ളൂ. എന്നാൽ 2 മാർക്കും 3 മാർക്കും 4 മാർക്കൊക്കെ നമുക്ക് ഗൈഡ് പഠിച്ചാൽ എഴുതാൻ കഴിയും. ക്വസ്റ്റ്യൻസ് ഇംഗ്ലീഷിലാണ് വരുന്നത്. ആൻസർ നിങ്ങൾക്ക് ഇംഗ്ലീഷിലോ അല്ലെങ്കിൽ മലയാളത്തിലോ എഴുതാവുന്നതാണ്. ഫസ്റ്റ് ഇത് ഇൻ ദ പോസിറ്റീവ് സെൻസ് റീജിയനിസം ഈസ് പീപ്പിൾ ലവ് ഫോർ ദെയർ ഡാഷ് ആൻഡ് ഡാഷ്. പോസിറ്റീവ് സെൻസിൽ റീജിയനിസം എന്ന് പറയുന്നത് ആളുകൾ സ്നേഹിക്കുന്ന ഏതിനൊക്കെയാണ് എന്നുള്ളതാണ്. അപ്പോൾ അത് വരുന്നത് റീജിയൻ, കൾച്ചർ, ലാംഗ്വേജ് ഒക്കെയാണ്. റീജിയൻ, കൾച്ചർ, ലാംഗ്വേജ്. രണ്ടാമത് റീജിയണൽ പാർട്ടി മീൻസ് എ പാർട്ടി ഹു ഓപ്പറേറ്റ് വിത്ത് എ ലിമിറ്റഡ് ഡാഷ് ഏരിയ. ജോഗ്രാഫിക്കൽ ഏരിയ എന്നാണ്. റീജിയൻ പാർട്ടി എന്ന് പറഞ്ഞാൽ പാർട്ടി ഓപ്പറേറ്റ് വിത്ത് എ ലിമിറ്റഡ് ജോഗ്രാഫിക്കൽ ഏരിയ എന്നാണ്. കൂടാതെ ഇൻ ഇന്ത്യ വി ഹാവ് ഡാഷ് നമ്പർ ഓഫ് റീജിയണൽ പാർട്ടീസ്. ഇന്ത്യയിൽ ഒരുപാട് ലാർജ് നമ്പർ ഓഫ് റീജിയണൽ പാർട്ടീസ് ആണ്. അടുത്ത 4ാമത് ഡാഷ് ഈസ് നോട്ട് എ ന്യൂ ഫിനോമിന ഇൻ ദി ഇന്ത്യൻ പൊളിറ്റിക്കൽ സിസ്റ്റം. ഏതാണ് ഇന്ത്യൻ പൊളിറ്റിക്കൽ സിസ്റ്റത്തിൽ ഉണ്ടാകുന്ന ഒരു പ്രതിഭാസമല്ലാതെയായി വരുന്ന ഏതാണ്? റീജിയണലിസം എന്നുള്ളതാണ്. 5ാമത്തെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എൻജോയ്ഡ് മൊണോപ്പൊളി പവർ ഓഫ് ബിറ്റ്വീൻ 1940. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൽ മൊണോപ്പൊളി പവർ ഏത് വർഷമാണ്? 47 to 67. അടുത്തത് ക്ലോസ് ലിങ്ക് ബിറ്റ്വീൻ ഡാഷ് ആൻഡ് ഡാഷ് സെൻട്രൽ, അതേപോലെ തന്നെ റീജിയണൽ. ക്ലോസ് ലിങ്ക് ബിറ്റ്വീൻ സെൻട്രൽ ആൻഡ് റീജിയണൽ ലീഡർഷിപ്പ് എൻകറേജ് ദി ഗ്രോത്ത് ഓഫ് റീജിയനിസം. 7ാമത്തെ കണ്ടിന്യൂസ് നെഗ്ലക്ട് ഓഫ് region by the ruling party is a cause of regionism. Countries neglect region by the ruling party എന്ന് പറയുന്നത് cause of regionism ആയിട്ടാണ് വരുന്നത്. ഇത്രയാണ് ഇതിൽ വരുന്നത്. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാവുന്നതാണ്. എല്ലാ വിഷയത്തിൻ്റെയും മലയാളത്തിലുള്ള ഗൈഡുകൾ ആവശ്യമുള്ളവർ എൻ്റെ വാട്സപ്പിൽ കോൺടാക്ട് ചെയ്യുക. ക്ലാസ്സുകൾ ലഭിക്കാൻ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അഡ്മിഷൻ സംബന്ധമായ കാര്യങ്ങൾക്ക് ഇന്ത്യയിലെ മുഴുവൻ സ്റ്റേറ്റുകളിൽ നമ്മൾ NSന്റെ SSLC+2 അഡ്മിഷൻ കൊടുക്കുന്നുണ്ട്. നിങ്ങളുടെ ജില്ലയിൽ തന്നെ നിങ്ങൾക്ക് പരീക്ഷ എഴുതാവുന്നതാണ്. 1 മാസം കൊണ്ട്, 2 മാസം കൊണ്ട്, 3 മാസം കൊണ്ട്, 6 മാസം കൊണ്ട് SSLC+2 എഴുതാം. അതേപോലെ തന്നെ ബോസ് എഡ്യൂക്കേഷൻ്റെ വീട്ടിൽ നിന്ന് ഓൺലൈനായിട്ട് +2 എഴുതാൻ പറ്റിയ, ബോസ് എഡ്യൂക്കേഷൻ്റെ മൊബൈലിൽ പരീക്ഷ എഴുതാൻ പറ്റിയ കോഴ്സുകൾ നമ്മൾ നൽകുന്നുണ്ട്. അതേപോലെ തന്നെ ഇഗ്നോ ശ്രീനാരായണ ഗുരു യൂണിവേഴ്സിറ്റിയുടെ ഡിഗ്രി PG അഡ്മിഷനൊക്കെ നൽകുന്നുണ്ട്. ക്ലാസ്സുകൾ നമ്മൾ ഓൺലൈനായിട്ട് നൽകുന്നുണ്ട്. വീട്ടിലിരുന്ന് നിങ്ങൾക്ക് പഠിക്കാവുന്നതാണ്. എക്സാമിന് മാത്രം പോയാൽ മതി. ഓക്കെ. എന്തെങ്കിലുമൊക്കെ സംശയം ഉണ്ടെങ്കിൽ എൻ്റെ വാട്സപ്പിലെ ഡിസ്ക്രിപ്ഷൻ ബോക്സ് നമ്പർ ഉണ്ട്, അത് നിങ്ങൾ കോൺടാക്ട് ചെയ്യുക. 9037114679. ഓക്കെ, താങ്ക് യു.